ഹായ് എവരിബഡി, വെൽക്കം ടു ASB അക്കാഡമി. ഏവർക്കും ASB അക്കാഡമി പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം. നമ്മൾ ASBയുടെ യൂട്യൂബ് സെക്ഷനിലുള്ള ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട കോൺകോഡിൽ നിന്നുള്ള 5ഓളം പ്രീവിയസ് ക്വസ്റ്റ്യനാണ് ചർച്ച ചെയ്യുന്നത്. PSC കഴിഞ്ഞ കാലങ്ങളിൽ ചോദിച്ചിട്ടുള്ളതും റിപ്പീറ്റായിട്ട് കോൺകോഡിൽ നിന്ന് ചോദിക്കുന്നതും ഇനി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതുമായിട്ടുള്ള 5 ക്വസ്റ്റ്യനിലൂടെയുള്ള ചെറിയൊരു യാത്ര നമുക്ക് നടത്താം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് തന്നെ നമുക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: നൈദർ ദി പോലീസ് ഇൻസ്പെക്ടർ നോർ പോലീസ് കോൺസ്റ്റബിൾസ് ഡാഷ് ഏബിൾ ടു ഹെൽപ്പ് അസ്. കോൺകോഡ് എന്ന ടോപ്പിക്കിൽ ഏറ്റവും ആദ്യം പഠിച്ചു വെക്കുന്ന കുറച്ച് റൂൾസിൽ ഒന്നാണ് നൈദർ നോറിൻ്റെ ഉപയോഗം. അത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഓറ്, നോറ്, ഐദർ ഓറ്, നൈദർ നോറ്. അതുപോലെ നമ്മുടെ കൊച്ചുനാൾ തൊട്ട് കേൾക്കുന്ന റൈറ്റമാണല്ലോ നോട്ട് ഓൺലി ബട്ട് ഓൾസോ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഇവന്മാർ വന്നാൽ ഓറ്, നോറ്, ഐദർ ഓറ്, നൈദർ നോറ്, നോട്ട് ഓൺലി ബട്ട് ആൾസോ ഇവരാണ് വരുന്നതെങ്കിൽ, ഇപ്പോൾ ഇവിടെ 2 സബ്ജക്റ്റ് ഉണ്ട്. പോലീസ് ഇൻസ്പെക്ടർ എന്നുള്ള സബ്ജക്റ്റും ഉണ്ട്, അതുപോലെ തന്നെ കോൺസ്റ്റബിൾസ് എന്നുള്ളൊരു സബ്ജക്റ്റും ഉണ്ട്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ദ വെർബ് എഗ്രീസ് വിത്ത് സെക്കൻഡ് സബ്ജക്റ്റ് ആണ്. ഇങ്ങനെ വരുന്ന ഓറ്, നോറ്, ഐദർ ഓറ്, നൈദർ നോറ്, നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഇവരാണ് വരുന്നതെങ്കിൽ സെക്കൻഡ് സബ്ജക്റ്റുമായിട്ട് വെർബ് എഗ്രി ചെയ്യണം. സിമ്പിൾ അല്ലേ? നോക്കിയേ, ഇവിടെ സെക്കൻഡ് സബ്ജക്റ്റ് ആരാണ്? പോലീസ് കോൺസ്റ്റബിൾസ്. കോൺസ്റ്റബിൾസ് എന്ന് പറയുമ്പം അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കണം. നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി അത് പ്ലൂറൽ ആണെന്ന്. അങ്ങനെ പ്ലൂറൽ ആകുമ്പം അവിടെ ഈസ് പറ്റത്തില്ല, വാസും പറ്റത്തില്ല. നമ്മളിങ്ങനെ അങ്ങ് വെട്ടണം. ഈസും പറ്റത്തില്ല, വാസും പറ്റത്തില്ല. പിന്നുള്ളത് വെയറും ക്യാനും. അവിടെ പ്രത്യേകിച്ച് ക്യാനിന് റോളൊന്നും ഇല്ലാത്തത് കൊണ്ട് ക്യാൻ വെട്ടി. എന്താ കാരണം? വെയർ, നമുക്കറിയാം വെയർ എന്നുള്ളത് പ്ലൂറൽ ആണ്. അതുകൊണ്ട് അവിടുത്തെ വെർബ് പ്ലൂറൽ ആയിട്ടുള്ള വെയറേ വരത്തുള്ളൂ. അപ്പൊ നമ്മുടെ ഇന്നത്തെ സെക്ഷനിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു നെയ്തർ നോർ ഉപയോഗിച്ചു കൊണ്ടുള്ളത്. അങ്ങനെ നെയ്തർ നോർ വന്നാൽ ഇനിയും വരാനിരിക്കുന്ന എക്സാമിനുകൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം സെക്കൻഡ് സബ്ജക്റ്റ് അനുസരിച്ച് വെർബ് വരികയുള്ളൂ. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഇന്നത്തെ യൂട്യൂബ് സെക്ഷനിലെ 2ാമത്തെ PQയിലോട്ട് കടക്കാം. ഓക്കെ, ദ ഗേൾസ് ആസ് വെൽ ആസ് ദി ടീച്ചർ ഡാഷ് വിസിറ്റ് ദി ഓർഫനേജ്. വളരെ പ്രധാനപ്പെട്ട 2ാമത്തെ ക്വസ്റ്റ്യൻ. ഇപ്പം നമ്മൾ പഠിച്ചത് സെക്കൻഡ് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് വെർബ് വരുന്നതാണെങ്കിൽ കോൺകോഡിൻ്റെ ഹൃദയഭാഗം എന്ന് പറയാൻ പറ്റുന്ന കുറച്ച് വാക്കുകളിൽപ്പെട്ട ഒന്നാണ്, ഒരു റൂളുണ്ട്, അതിൽപ്പെട്ട ഒന്നാണ് ഈ ആസ് വെൽ ആസ്. ഒരു 20ഓളം വാക്കുകൾ നമ്മൾ കാണാതെ പഠിച്ചു വെക്കണം. വിത്ത്, എലോങ് വിത്ത്, ടുഗദർ വിത്ത്, as well as much as many as, in the company of, in addition to, accompanied by, rather than, nonetheless, unlike, besides, except, including, excluding ഇങ്ങനെയുള്ള 20ഓളം, ആൻഡ് നോട്ട്, ബട്ട്, ലൈക്ക്, ഇങ്ങനെയുള്ള 20ഓളം വാക്കുകൾ. ഇവ 2 നൗണുകളെ കണക്ട് ചെയ്താൽ ഫസ്റ്റ് സബ്ജക്റ്റുമായിട്ടാണ് എഗ്രി ചെയ്യുന്നത്. നോക്കിക്കേ, ഇവിടെ ആസ് വെൽ ആസ് ഉണ്ട്. ഈ ആസ് വെൽ ആസ് വന്നാൽ ഫസ്റ്റ് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട്, ഇവിടുത്തെ ഫസ്റ്റ് സബ്ജക്റ്റ് ആരാണ്? ഗേൾസ്. സെക്കൻഡ് സബ്ജക്റ്റ് ടീച്ചർ. നൈദർ നോർ നമ്മൾ പഠിച്ചു, സെക്കൻഡ് സബ്ജക്റ്റ് ആണ് വരുന്നത് എന്ന്. എന്നാൽ ഇവിടെ ആസ് വെൽ ആസ് എന്ന് പറഞ്ഞാൽ വിത്ത്, എലോങ് വിത്ത്, ടുഗദർ വിത്ത്, ആസ് വെൽ ആസ്, ആസ് മച്ച് ആസ് മെനി ആസ്, ഇൻ ദ കമ്പനി ഓഫ്, ഇൻ അഡീഷൻ ടു, അക്കമ്പനിഡ് ബൈ, rather than, nonetheless, unlike, besides, except, including, excluding, followed by, and not, but, like, ഇങ്ങനെ കുറച്ച് വാക്കുകൾ കൂടെ പഠിച്ചു വെക്കണം.
ഈ വാക്കുകൾ വന്നാൽ വളരെ സിമ്പിൾ അല്ലേ? നമ്മളൊന്ന് വരച്ചേക്കണത്. ആസ് വെൽ ആസിനെ നമ്മൾ വരച്ചു. ഫസ്റ്റ് സബ്ജക്റ്റും ഉണ്ട്, സെക്കൻഡ് സബ്ജക്റ്റും ഉണ്ട്. ഏത് സബ്ജക്റ്റിനെ നോക്കിയിട്ടാണ് നമ്മൾ വെർബിനെ എടുക്കുന്നത്? ഫസ്റ്റ് സബ്ജക്റ്റ് ഗേൾസ്. ഗേൾസ് എന്നുള്ളത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? ഗേൾസ് എന്നുള്ളത് പ്ലൂറൽ ആണ്. അപ്പം പ്ലൂറലുമായി ബന്ധപ്പെട്ട ഒരു വെർബ്, ഇവിടെ ഒരു ഓക്സിലറി വെർബ് വേണം. നമുക്കറിയാം ഈസ് ഉണ്ട്, വാസ് ഉണ്ട്, ഹാസ് ഉണ്ട്. ഇവന്മാർ ഇനി നോക്കി, ഈ എസ് വെച്ച് വരുന്ന എല്ലാവന്മാർ ഈസ്, വാസ്, ഹാസ്, ഡസ്. ഇനി ഒരു വെർബ് വരികയാണ്, ഈറ്റ് എന്ന് പറയുന്ന ഒരു വെർബിനോടൊപ്പം എസ് ചേർത്ത് ഈറ്റ്സ്. ഇങ്ങനെ ഈ എസ്സിൽ അവസാനിക്കുന്ന ഇവരെല്ലാം സിംഗുലറാണ്. എസ്സിൽ അവസാനിക്കുന്ന ഇവരെല്ലാം സിംഗുലറാണ്. അപ്പൊ നോക്കിയേ, നമ്മൾ ഗേൾസ് എന്ന് പറഞ്ഞാൽ അപ്പൊ നൗണിനോടൊപ്പം എസ് വന്നാൽ അത് പ്ലൂറൽ, അത് നമുക്കറിയാം. നൗണിനോടൊപ്പം എസ് വന്നാൽ പ്ലൂറലാ. ഓക്സിലറി വെർബിനോടൊപ്പം അല്ലേ ഈസ്, വാസ, ഹാസ്, ഡസ്, എസ് വന്നപ്പോൾ അത് സിംഗുലർ. ഇനി ഒരു സിമ്പിൾ പ്രസന്റ് ഒരു വെർബിനോടൊപ്പം എസ് വന്നാൽ സിംഗുലർ. അപ്പൊ നോക്കിയേ, ദ ഗേൾസ് ആസ് വെൽ ആസ് ടീച്ചർ. ഇപ്പൊ ഈസും വാസും ഒന്നും ഹാസും പറ്റത്തില്ല. പിന്നെ അവിടെ പ്ലൂറൽ ആയിട്ടുള്ള ആര് മാത്രമേ ഉള്ളൂ? ഹാവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കറക്റ്റ് ആൻസർ ഹാവ്. ഓക്കെ, 2 റൂളാണ് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തത്. ഓറ്, നോറ്, ഐദർ ഓറ്, നൈദർ ഓറ്, നോട്ട് ഓൺലി ബട്ട് ഓൾസോ വന്നാൽ, 2 നൗണുകളെ കണക്ട് ചെയ്തുകൊണ്ട് വന്നാൽ സെക്കൻഡ് സബ്ജക്റ്റിനെയും അതിന്റെ നേരെ വിപരീതം വിത്ത് അലോങ് വിത്ത് ടുഗദർ വിത്ത് ആസ് വെൽ ആസ് ആസ് മച്ച് ആസ് മെനി ആസ് ഇൻ ദ കമ്പനി ഓഫ് ഇൻ അഡീഷൻ ടു അക്കംപനീഡ് ബൈ റാദർ ദാൻ നൺ ദി ലെസ് അല്ലെങ്കിൽ ബിസൈഡ്സ് എക്സെപ്റ്റ് ഇൻക്ലൂഡിങ് എക്സ്ക്ലൂഡിങ് ഫോളോഡ് ബൈ ആൻഡ് നോട്ട് ബട്ട് ലൈക്ക് ഇവന്മാർ വന്നാൽ ഫസ്റ്റ് സബ്ജക്റ്റിനെയും കൺസിഡർ ചെയ്ത് വേണം വെർബിനെ കണക്ട് ചെയ്യാൻ, വെർബിനെ നമ്മൾ തിരഞ്ഞെടുക്കാൻ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ 2 റൂള് ഓക്കെ ആണോ എങ്കിൽ നമുക്ക് മൂന്നാമത്തെ PQയിലോട്ട് കടക്കാം. മൂന്നാമത്തെ PQയില് പൊളിറ്റിക്സ് ഡാഷ് എ ഡേർട്ടി ഗെയിം. നമ്മൾ പൊളിറ്റിക്സ് കണ്ടാൽ, പെട്ടെന്ന് കണ്ടാൽ ഈ എസ് ഒക്കെ ചേർക്കുന്നത് കൊണ്ട് കണ്ടാൽ ഒരു പ്ലൂറൽ ആണെന്നൊക്കെ തോന്നും. തീർന്നില്ല. പൊളിറ്റിക്സ്, അതുപോലെ മാത്തമാറ്റിക്സ്, എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, സിവിക്സ്. അതുപോലെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയ സമൻസ്, വേജസ്, ഇങ്ങനെയൊക്കെ കാണുന്ന ന്യൂസ്, എസ് ഉണ്ടല്ലോ. ഇനി നമുക്ക് കുറച്ച് രോഗങ്ങൾ നോക്കിയാലോ, മീസിൽസ്, മംസ്, റിക്കറ്റ്സ്. ഇങ്ങനൊക്കെ നമുക്ക് പ്ലൂറൽ ആണെന്ന് തോന്നും, പക്ഷേ പ്ലൂറൽ അല്ല. അവ സിംഗുലർ ആണ്. ഇവയ്ക്ക് ശേഷം സിംഗുലർ വെർബേ വരാൻ പാടുള്ളൂ. അതുകൊണ്ട് നോക്കിയേ, 6 പ്ലൂറലാണ്, 6 പ്ലൂറലാണ്, ഹാവ് പ്ലൂറലാണ്. അവ 2 നമ്മൾ ഡിലീറ്റ് ചെയ്തു. ഇനി ആരാ ഉള്ളേ? ഈസുമുണ്ട്, ഹാസുമുണ്ട്. പൊളിറ്റിക് ഹാസ് എ ഡേറ്റ് ഗെയിം എന്ന് പറയുമോ? ഇല്ല. പിന്നുള്ള ഏതാണ്? കറക്റ്റ് ആൻസർ ഈസ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം ഐദർ ഓർ നൈദർ നോറുമായി ബന്ധപ്പെട്ട റൂള് ക്ലിയർ ചെയ്തു. രണ്ടാമത് ഈ ആസ് വെൽ ആസുമായി ബന്ധപ്പെട്ട റൂള് ക്ലിയർ ചെയ്തു. മൂന്നാമത് നമ്മൾ ക്ലിയർ ചെയ്തത്, മനസ്സിലാക്കിയത്, കണ്ടാൽ പ്ലൂറൽ ആണെന്ന് തോന്നും, പക്ഷെ അത് സിംഗുലർ ആണ്. അത്തരം നൗണുകൾക്ക് ശേഷം സിംഗുലർ വെർബേ വരത്തുള്ളൂ. അതിൽപ്പെട്ടതാണ് ന്യൂസ്, വേജസ്, സമൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, ഈ 3 റൂളും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് 4ാമത്തെ റൂളിലോട്ട് കടക്കുന്നതിന് മുമ്പ് ASB അക്കാഡമിയെ പറ്റി നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇപ്പം പുതിയതായിട്ട് 2027 ഒരു സർക്കാർ ജോലിയിലോട്ട് ഉദ്യോഗാർത്ഥികളെ എത്തിക്കാനുള്ള തീവ്ര പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ക്ലാസ്സുകൾ തുടങ്ങുകയാണ്. ക്ലാസ്സുകൾ എന്ന് വളരെ കൃത്യമായിട്ട് തന്നെ ഡെയിലി ഒരു 3 ക്ലാസ് ഉണ്ട്, 3 വിഷയത്തിലുള്ള ക്ലാസ്സുകൾ. അതോടൊപ്പം തന്നെ എക്സാമും. ഇവിടെ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാകും. വളരെ ഒരു 150 ക്ലാസ്സിൽ കുറയാത്ത, 150 ദിവസങ്ങളിൽ കുറയാതെ നിങ്ങളുടെ പുറകെ ഫോളോ ചെയ്യും. അതിനു വേണ്ടിയിട്ടുള്ള മെൻറ്റർമാരുണ്ടാകും. അങ്ങനെ ഓരോ ദിവസവും അതിനുവേണ്ടി മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാകും. എല്ലാ ദിവസങ്ങളും കറണ്ട് അഫയേഴ്സ് വിശദീകരിക്കുന്ന സെക്ഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ കമ്പൈൻ സ്റ്റഡിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങൾ, മോട്ടിവേഷണൽ ടോക്കുകൾ എന്ന് വേണ്ട 2027 LDCയിൽ
ഉന്നത റാങ്കിൽ എത്തിച്ചേരാനുള്ള എല്ലാ ചേരുവകളുമായിട്ട് നിങ്ങളോടൊപ്പം AZB അക്കാഡമി ഉണ്ടാകും. അങ്ങനെ AS അക്കാഡമിയുടെ പ്ലാറ്റ്ഫോമിലോട്ട് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന, ASBയിലൂടെ ഒരു സർക്കാർ ജോലിയിലോട്ട് എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന പ്രിയ ഉദ്യോഗാർത്ഥികൾ ഈ കാണുന്ന 9265106769 എന്ന ഈ നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക. വളരെ കൃത്യമായ ചിട്ടയായ രീതിയിൽ തന്നെ സിലബസുകൾ കവർ ചെയ്യുകയും നിങ്ങളോടൊപ്പം വളരെ നല്ല രീതിയിൽ തന്നെ ക്ലാസ്സുകളുമായും ബന്ധപ്പെട്ട സപ്പോർട്ടുമായും സ്കഫോൾഡിങ്ങുമായിട്ടും ഞങ്ങളുടെ ടീം ഉണ്ടാകും എന്ന് ഈ വേളയിൽ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കിനി 4ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ, മോർ ദാൻ വൺ ഡാഷ് പ്ലേയിങ് ഔട്ട്സൈഡ്. ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് മോർ ദാൻ വൺ എന്ന് പറയുന്ന ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനിലൂടെ മോർ ദാൻ വൺ എന്ന് പറയുമ്പോൾ നോക്കണം, മോർ ദാൻ വൺ അത് നമ്മൾ എന്ത് പഠിച്ചു വെക്കണം? മോർ ദാൻ വൺ പ്ലസ് സിംഗുലർ നൗൺ പ്ലസ് സിംഗുലർ വെർബ്. ഇത് കോൺകോഡിലെ പ്രധാനപ്പെട്ട ഒരു റൂളാണ്. ചുമ്മാ അങ്ങ് പഠിച്ചു വെക്കുക. മോർ ദാൻ വൺ വന്നാൽ സിംഗുലർ നൗൺ പ്ലസ് സിംഗുലർ വെർബ്. അപ്പോൾ 1ാമത്തെ ഓപ്ഷനിൽ സിംഗുലർ നൗൺ ബോയ് ഓക്കെ ആണ്, പക്ഷെ ആർ ഓക്കെ അല്ല. അപ്പോൾ അത് ആൻസർ അല്ല. 2ാമത്തേൽ ബോയ്സ് വന്നു, അതിന് നോക്കണ്ട. മോർ ദാൻ വൺ വന്നാൽ സിംഗുലർ നൗൺ ആണ് വേണ്ടത്. ബോയ്സ് എന്ന് പറഞ്ഞാൽ പ്ലൂറൽ നൗൺ, നമ്മൾ അത് ഒഴിവാക്കി. ഇനിയും 4ാമത്തേലോട്ട് നോക്കിയാൽ ഓപ്ഷൻ ഓക്കെ ഡി നോക്കേണ്ട ആവശ്യമില്ല, ഒന്ന് വന്നതാണ്. 3ാമത്തെ നോക്കുമ്പം ബോയ് എന്നുള്ളത് സിംഗുലർ നൗൺ ആണ്, ഈസ് എന്നുള്ളത് സിംഗുലർ വെർബാണ്, ഓക്സിലറി വെർബാണ്. അപ്പം നമുക്ക് കറക്റ്റ് ആൻസർ സി ആണെന്ന് കിട്ടി. കാരണം എന്താ? മോർ ദാൻ വൺ പ്ലസ് സിംഗുലർ നൗൺ പ്ലസ് സിംഗുലർ വെർബാണ്. അപ്പം മോർ ദാൻ വൺ ബോയ് ഈസ് എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടി, ബോയും ഈസും. അങ്ങനെ ഇന്നത്തെ യൂട്യൂബ് സെക്ഷനിലെ 5ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് കടക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ, എവരിബഡി ഡാഷ് ലിസണിങ് ടു മ്യൂസിക്. ഓക്കെ, ഇവിടെ ലവ്സ് ഉണ്ട്, ലവ് ഉണ്ട്, ലവിങ് ഉണ്ട്, വില്ലവിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമേ അതിനെപ്പറ്റി ഒരു ബോധം ഉണ്ടാകണം. എവരി വൺ, എവരിബഡി, സംവൺ, സംബഡി, എവരി വൺ, എവരിബഡി, സംവൺ, സംബഡി, എനിവൺ, എനിബഡി, എനിതിങ്, നോ വൺ, നത്തിങ്. ഇവന്മാർക്ക് ശേഷം സിംഗുലർ വെർബായിരിക്കും. എന്തായിരിക്കും? സിംഗുലർ വെർബായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എവരിബഡിക്ക് ശേഷമുള്ളത് ഒരു വെർബിനോടൊപ്പം ഒരു സിമ്പിൾ പ്രസന്റിൽ ഒരു വെർബിനോടൊപ്പം എസ് ചേർത്താൽ അത് സിംഗുലർ ആണ്. അപ്പൊ ലവ് എന്നുള്ളത് ഒരു പ്ലൂറൽ ആണ്. അപ്പൊ കറക്റ്റ് ആൻസർ ലവ്സ് കിട്ടി. അപ്പൊ എവരിവൺ, എവരിബഡി, സംവൺ, സംബഡി, സംതിങ്, എനിവൺ, എനിബഡി, എനിതിങ്, നോ വൺ, നത്തിങ് ഇങ്ങനെയുള്ളതിന് ശേഷം സിംഗുലർ ആണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ യൂട്യൂബ് സെക്ഷനിൽ 5 ക്വസ്റ്റ്യൻ ആണ് ചർച്ച ചെയ്തത്. ആ 5 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇത്തരത്തിൽ കൂടുതൽ ക്വസ്റ്റ്യനുകളുമായിട്ട് നിങ്ങളുടെ എത്തും. ഓക്കെ, താങ്ക് യു.